ഝാർഖണ്ഡിലെ PSC പരീക്ഷാ ക്രമക്കേടുകളിൽ മുൻ PSC ചെയർമാൻ എൽ കിയാങ്ഡെയെ അറസ്റ്റിൽ. വിദ്യാർത്ഥി പ്രതിഷേധം ശക്തമാക്കുന്നതിനിടെയാണ് അറസ്റ്റ്. വിവരങ്ങളുമായി ER രാഗേഷ് ചേരുകയാണ്. ER, സമരം തുടങ്ങി 17ാം ദിവസം ഇപ്പോൾ മുൻ PSC ചെയർമാൻ അറസ്റ്റിലായിരിക്കുകയാണ്. അതിൽ ഇൻഷ, കാരണം ഇന്ന് നിയമസഭയിലേക്ക് മാർച്ച് നടക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് ലാത്തി ചാർജും ജലപീരങ്കി അടക്കം പ്രയോഗിച്ചു. അങ്ങനെ വലിയ സമരം നടക്കുന്ന ഘട്ടത്തിലാണ് മുൻ PSC ചെയർമാൻ്റെ അറസ്റ്റ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എൽ കിയാങ്ഡെയാണ് അറസ്റ്റിലായിരിക്കുന്നത്. നേരത്തെ 4 തവണ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത്. കാരണം ഈ വിവാദം ഉയർന്ന പശ്ചാത്തലത്തിൽ കഴിഞ്ഞ 22ാം തീയതി തന്നെ കിയാങ്ഡെ രാജിവെച്ചിരുന്നു. അന്ന് പറഞ്ഞിരുന്ന കാര്യം സ്വതന്ത്രമായ അന്വേഷണത്തിന് വേണ്ടിയാണ് താൻ മാറി നിൽക്കുന്നതെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ CID ആണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. CID ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം TDPL എന്ന് പറയുന്ന ഔട്ട്സോഴ്സിംഗ് കമ്പനിക്ക് നേരത്തെ തന്നെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയതാണ് ഈ ഏജൻസിയെ. അപ്പോൾ പരീക്ഷാ നടത്തിപ്പിൻ്റെ കരാർ ഇത്തരത്തിൽ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയ സ്ഥാപനത്തിന് ഏജൻസിക്ക് നൽകിയതിൽ PSC ചെയർമാന് കൃത്യമായ പങ്കുണ്ട്. പ്രാഥമിക അന്വേഷണത്തിൽ ഇക്കാര്യം കണ്ടെത്തി എന്ന കാര്യമാണ് CID ഇപ്പോൾ പറയുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ 4 തവണ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും PSC ചെയർമാൻ്റെ അറസ്റ്റോടുകൂടി ഈ നിയമന ക്രമക്കേട്, പരീക്ഷാ ക്രമക്കേട് അടക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 20 പേരുടെ അറസ്റ്റ് ഇതിനോടകം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ ഡെപ്യൂട്ടി എക്സാം കൺട്രോളർ അടക്കമുള്ളവർ അറസ്റ്റിലായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മുൻ PSC ചെയർമാൻ്റെ അറസ്റ്റ് അടക്കം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ലിനിഷ. ശരി, നന്ദി രാഗേഷ് വിവരങ്ങൾക്ക്.